സഹാബാക്കളുടെ കൂട്ടത്തിൽ അബൂ മഹദൂറ എന്ന പേരായിട്ടൊരു സഹാബി ഉണ്ടായിരുന്നു. നല്ല മനുഷ്യനാണ് അബൂ മഹദൂറ. അബൂ മഹദൂറ പള്ളിയിൽ നേരത്തെ വരും, എല്ലാ ജമാഅത്തിനും പങ്കെടുക്കും, കൃത്യമായി ഉണ്ടാവും. ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, മുടി വെട്ടൂല. മുടി ഇങ്ങനെ നീട്ടിയിട്ട് അവസാനം അക്കുടിയും ചുരുട്ടിങ്ങാണ്ട് ഇങ്ങനെ മേലെ വെച്ചിട്ട് അതിന്റെ മേലെ തലയെ കെട്ടാണ് പതിവ്. ഒരു ദിവസം സഹാബത്ത് റളിയല്ലാഹു അൻഹു അബൂ മഹദൂറയോട് പറഞ്ഞു, അബൂ മഹദൂറ അല്ലാ തഹ്ലിഖിഹ, നിങ്ങളെ ഈ തലയത്തെ മുടി ഒന്ന് വെട്ടിക്കൂടെ ചോദിച്ചു. അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അഹ്ലിഖുഹ, വേറെ എന്ത് പറഞ്ഞാലും കേൾക്കാം, ഈ മുടി ഞാൻ വെട്ടൂല. ലാ അഹ്ലിഖുഹ, ഈ മുടി ഞാൻ വെട്ടൂല, കാരണം വഖദ് മസ്സഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുടിമ്മ അല്ലാഹുവിന്റെ റസൂൽ തൊട്ടിട്ടുണ്ട്, അയിഞ്ഞു വെട്ടൂല, അവിടെ നിന്നോട്ടെ. ഇങ്ങനെയായിരുന്നു സഹാബത്ത് റളിയല്ലാഹു അൻഹു. അവരുടെ ജീവിതം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാല് എങ്ങനെയാണ് ഇഷ്ക്, എങ്ങനെയാണ് മഹബത്ത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഓരോ ആളുകളുടെയും സമീപനങ്ങൾ നോക്കിയാൽ, ഓരോ സഹാബത്തിന്റെയും സമീപനം നോക്കിയാല്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കം ഫതഹിന്റെ സമയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മുസ്ലിമായത്. അബൂ ഖുഹാഫ എന്നാണ് അറിയപ്പെട്ട പേര്, ഉസ്മാൻ എന്നാണ് ഒറിജിനൽ പേര്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കം ഫതഹിന്റെ സമയത്ത് വാപ്പാനെ തെരഞ്ഞുപോയി. ചെന്നോക്കുമ്പോ പഴയ അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തെരഞ്ഞു നോക്കി. ചെന്നോക്കുമ്പോ വാപ്പ സുഖമില്ലാതെ കിടക്കാണ്, 90-ലധികം വയസ്സായിട്ടുണ്ട്, കണ്ണിന് കാഴ്ചയൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ വാപ്പ പറഞ്ഞു, മോനെ, എനിക്കും നിന്റെ മതത്തിലേക്ക് ചേരണമെന്നുണ്ട് മോനെ എന്ന് പറഞ്ഞു. എനിക്കും എന്റെ മതത്തിലേക്ക് ചേരണമെന്നുണ്ട് പറഞ്ഞു. അങ്ങനെ വാപ്പാനെടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂപ്പരോ തടിയില്ലാത്ത ആളാണ്, വാപ്പ തീരെ തടിയില്ലാത്ത ആളാണ്. എടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടിയില്ലാത്ത ഒരാളാണ്, മെല്ലിച്ച് നീണ്ടിട്ട് വെളുത്തിട്ട് തടിയില്ലാതെ കവിളൊട്ടിയ ഒരു മനുഷ്യനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വാപ്പാൻ അങ്ങനെ എടുത്തിട്ട് ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ കൊണ്ടുവന്നു. അള്ളാന്റെ റസൂലേ, വന്നിരിക്കുന്നത് എന്റെ വാപ്പയാണ്, വാപ്പാക്ക് നിങ്ങൾ കലിമ ചൊല്ലിക്കൊടുക്കി എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂല് ചൊല്ലിക്കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊടുത്ത് വാപ്പ ഏറ്റു ചൊല്ലിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. പുന്നാര നബി തങ്ങൾ ചോദിച്ചു, അല്ലയോ അബൂബക്കർ സിദ്ദീഖ്, എന്തേ നിങ്ങൾ കരയുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വാപ്പ മുസ്ലിമായി എന്നത് ശരിയാണ്. എന്റെ വാപ്പ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബായിരുന്നു മുസ്ലിമായിരുന്നത് എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് നബിയേ. പിന്നാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല അബൂബക്കറേ, നിങ്ങളുടെ വാപ്പ മുസ്ലിമാവുന്നതിനേക്കാൾ എന്റെ എളാപ്പ മുസ്ലിമാവുന്നത് നിങ്ങൾക്ക് താല്പര്യം കൂടാൻ കാരണം എന്തേന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാള് ഇങ്ങളെ എളാപ്പ മുസ്ലിമാണതല്ലേ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടാവുക എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നാ അതന്നെയാണ് എനിക്കും നല്ലോണം ഇഷ്ടം എന്ന് പറഞ്ഞ ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഈമാൻ തുലാസിൽ ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാൻ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചിട്ടാണ് തൂക്കിയാല് സിദ്ദീഖിന്റെ ഈമാനാണ് തൂങ്ങുന്ന അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ നിസ്കരിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖത്തം തീർത്ത ആൾക്കാരുണ്ടാവും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഫിദ് അല്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഫിദ് അല്ല, ഞാൻ പഠിച്ചിട്ട് തന്നെ പറയണേ, ഹാഫിദ് അല്ല. എന്നാൽ ലോകത്തുള്ള എല്ലാ ഹാഫിദീങ്ങളും ഈമാന് തുലാസിന്റെ ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാന് തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചാല് സിദ്ദീഖിന്റെ ഈമാനാണ് തോന്നുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉംറക്ക് പോയ ആൾക്കാരുണ്ടാവും. ഇവിടെ ജിദ്ദയിലായിരുന്നു ജോലി, എല്ലാ വെള്ളിയാഴ്ചയും ഉംറക്ക് പോകും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പോയിരുന്നില്ല. എന്നാ ഈ ഉംറക്ക് പോയ ആൾക്കാരൊക്കെ കൂടി ഈമാൻ ഒരു തുലാസിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചിട്ടാണ് തൂക്കിയാല് സിദ്ദീഖിന്റെ ഈമാനാണ് തൂങ്ങും. അതാണ് ഈമാൻ, അതാണ് ഇഷ്ക്. ഈമാൻ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഇഷ്ക് അടിസ്ഥാനവും അമലു സ്വാലിഹാത്ത് ഫർഉമാണ്. ഇഷ്കിന് ശേഷമാണ് ഇത്തിബായ്, ഇത്തിബായിന്റെ ശേഷം ഇഷ്കല്ല. മുഅ്മിനീങ്ങളെ നിങ്ങൾ നല്ലോണം ചിന്തിക്കണേ.
ഇഷ്ക് ഉണ്ടായാൽ ഇത്തിബാ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. ഇത്തിബാ ഉണ്ടായത് കൊണ്ട് ഇഷ്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരാൾ എല്ലാ നിലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തു, അയാൾക്ക് ഇഷ്ക് ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. അതേ സമയത്ത് ഒരാൾ ആഷിഖാണെങ്കിൽ അയാൾ മുത്തബി ആയിരിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഇഷ്ക് അസ്ലാണ്, ഇഷ്ക് ദീനിയാത്താണ്, ഇത്തിബാ അമലിയാത്താണ്. ഇഷ്ക് ഈമാനാണ്, ഇത്തിബാ ഇസ്ലാമാണ്. ഇഷ്ക് അസ്ലാകുന്നു, അമലു സ്വാലിഹാത്ത് ഫർആകുന്നു. അതുകൊണ്ട് അസ്ലിനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഖൽബിന്റെ താല്പര്യം ഈമാനിന്റെ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തെ നമ്മൾ ഉണ്ടാക്കി തീർക്കാൻ ശ്രമിക്കണം. അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം നിലകൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും വിജയിച്ചിട്ടുണ്ട്. നബി തങ്ങളുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും വിജയിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിജയിച്ചു, ബന്ധപ്പെട്ട ആൾക്കാരും വിജയിച്ചു. ലോകത്ത് ഏതെങ്കിലും ഒരു സ്വാലിഹായ മനുഷ്യൻ, ഏതെങ്കിലും ഒരു ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യൻ ആശിക്കല്ലാത്തതായി ഉണ്ടാവില്ല. ഏതൊരു നല്ല മനുഷ്യനെ പരിശോധിച്ചാലും അവരൊക്കെ ആശിക്കങ്ങളായിരിക്കും എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആശിക്കങ്ങളാവണം, നമ്മൾ ഇഷ്കുള്ളവരാകണം. ഇഷ്ക് ഉണ്ടാവണമെങ്കിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നല്ലോണം പഠിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നു. ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നപ്പോ നല്ല ഉച്ച സമയമായിരുന്നു. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ വീടിന്റെ ഉള്ളിലാണ്. വാതില് തുറന്ന് പുറത്തു വരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ മുമ്പിലുള്ള ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു. കുറെ കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. നബി സല്ലല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അന്ന് മുതൽ, ഈ സംഭവം ഉണ്ടായ അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നബി തങ്ങൾ ഇരുന്ന മരത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, ഇവിടെ ഒരുപാട് മരങ്ങളുണ്ടല്ലോ, ഒരു മരത്തിന് മാത്രം നിങ്ങൾ എന്താണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് ആ മരത്തിന്റെ ചോട്ടിൽ ഒരു ദിവസം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതകാലത്ത് ഇനി ആ മരം ഉണങ്ങുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മുത്തബിഉസ്സുന്ന എന്ന സ്ഥാനപ്പേര് നൽകി ആ മനുഷ്യനെ ഈ ഉമ്മത്ത് ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാൻ പോവുകയാണ്. ബുർദ ബൈത്തിന് മുഹമ്മദ് അഖ്തർ റളാ ഖാൻ എന്ന് പറയുന്ന ആള് ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. അൽ വർദ എന്നാണ് അതിന്റെ പേര്. എല്ലാത്തിനൊന്നും നമ്മൾ തെളിവ് പറയണ്ട, പക്ഷെ ചില കഥക്കൊക്കെ തെളിവ് പറയേണ്ടി വരും. അങ്ങനെയാണ്. അൽ വർദ എന്ന ഒരു ശറഹ് മുഹമ്മദ് അഖ്തർ റളാ ഖാൻ ബുർദ ബൈത്തിന് എഴുതിയിട്ടുണ്ട്. അതിലൊരു കഥ ഉണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന് വിളിക്കണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു തോന്നി. ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിച്ചു, സഹധർമ്മിണി, ഇവിടെ ഭക്ഷണമായിട്ട് എന്താ ഉണ്ടാക്കാൻ പറ്റിയതല്ല, നബിനെ ഒരു സൽക്കാരത്തിന് വിളിക്കണം തോന്നുന്നുണ്ട്. ഭാര്യ പറഞ്ഞു, ഇവിടെ ഒരു ആടും കുട്ടിയുണ്ട്, കുറച്ച് ഗോതമ്പ് മാവും ഉണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ പിടിച്ച് അതിന്റെ കാലൊക്കെ കൂട്ടിക്കെട്ടി കത്തിക്കെടുത്ത് അറുത്തിട്ട് തോല് പൊളിച്ച് കഷ്ണാക്കിയിട്ട് ഭാര്യന്റെ അടുത്ത് കൊടുത്തു. ഇതുകൊണ്ട് കറി ഉണ്ടാക്കുക, ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കുക. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ വേണ്ടി പോയി. പള്ളി ചെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു നബിനോടും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സഹാബത്തിനോട് ഒന്ന് വീട്ടിൽ വരാൻ വേണ്ടി പറഞ്ഞു. നബിയും സഹാബത്തും ഇങ്ങനെ പോരുകയാണ് വീട്ടിലേക്ക്. വഴി ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അല്ല നബി എന്നപ്പോ എവിടുക്കാ യാത്ര എന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, ഇന്ന് ജാബിറിന്റെ അവിടെ ഒരു സൽക്കാരം ഉണ്ട്, അതിന് പോവുകയാണ്.
ആയിക്കോട്ടെ പൊയ്ക്കോളി, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. അവിടെ ചെന്നാല് ജാബിറിന്റെ കുട്ടികളൊപ്പം മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂ ട്ടോ. ആയിക്കോട്ടെ. അങ്ങനെ നബിയും എണ്ണപ്പെട്ട സഹാബികളും ഇങ്ങനെ വരികയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന് 2 മക്കളുണ്ടായിരുന്നു, 2 ആൺകുട്ടികൾ. മൂത്തോൻ കളിക്കാൻ പോയിരുന്നു, രണ്ടാമത്തോനെ ആടിനിറക്കണത് കണ്ടു. മൂത്ത കുട്ടി കളി കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ ചെറിയ കുട്ടി വലിയ കുട്ടിനോട് പറഞ്ഞു, കാക്ക ബാപ്പ എങ്ങനെ ആടിനറുത്തെന്ന് ഇജ്ജ് കണ്ടോന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് കാണിച്ചു തരട്ടെ ചോദിച്ചു. ആന്നറിഞ്ഞു. അങ്ങനെ മൂത്ത കുട്ടിനെ കൂട്ടിയിട്ട് തട്ടിന്റെ മേലെ പോയി. വാപ്പ ആടിനിറക്കാൻ വേണ്ടി എടുത്ത കയറൊക്കെ എടുത്തിട്ട് കാലൊക്കെ നല്ല കൂട്ടി കെട്ടിയിട്ട് വാപ്പ ആടിനറുത്ത കത്തി എടുത്ത് കണ്ടാണ് അറുത്തിട്ട് ഞാൻ പറഞ്ഞ കഥ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. മുഹമ്മദ് അഖ്തർ റളാഖാൻ ബുറുദ ബൈത്തിന് എഴുതിയ അൽ വർദ എന്ന ശറയിലുണ്ട്. അതെന്തിനാ പറഞ്ഞു വെച്ചാല് നീ സദസ് കഴിഞ്ഞാണ് പോയിട്ട് പിന്നെ അവസാനം അതെവിടെ ഇരുന്നു എന്ന് ചോദിച്ചാൽ നിൽക്കണ്ട, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ കാലൊക്കെ കൂട്ടിക്കെട്ടി കത്തിയെടുത്ത് കാണാണ്ട് അറുത്തിട്ട് തലനെടുത്ത് കണ്ട് മരെടുത്തുകൊണ്ട് വന്നു. ഉമ്മ ഇപ്പൊ ആടിനർത്ഥമായിരി ഞാൻ കാക്കാൻ അർത്തു പറഞ്ഞു. തലൻ കാണിച്ചു കൊടുത്തു. ഉമ്മയുടെ ബേജാറായി. മണ്ടിച്ചെന്ന് തട്ടിന്റെ മേലെ ചെന്ന് നോക്കുമ്പോ മൂത്ത കുട്ടി അറുക്കപ്പെട്ടിരിക്കുന്നു. ഇമ്മാന്റെ വെപ്രാളും ബേജാറൊക്കെ കൂടിയും കണ്ടേക്കിന് സംഗതി പിടുത്തം വിട്ടു എന്ന് മനസ്സിലായി. രണ്ടാമത്തോന് ചെറിയോന് പിടുത്തം വിട്ടു എന്ന് മനസ്സിലായപ്പോ തട്ടിന്റെ മേലെന്ന് താഴത്തേക്കും ചാടിങ്ങാണ്ടാണ് മരിച്ചു. ഇമ്മങ്ങനെ ആലോചിച്ചു, അള്ളാന്റെ റസൂല് വീട്ടിക്ക് സൽക്കാരത്തിന് വരുന്ന ദിവസം ഞാൻ കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞാണ്ട് ഇരിക്കണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് കുട്ടികളെ 2 ആളെ അകത്ത് കൊണ്ടുപോയിട്ട് കട്ടിലും അങ്ങനെയാണ് കടത്തിയിട്ട് മേലൊരു മുണ്ടിട്ട് കണ്ടാണ് മൂടി. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എണ്ണപ്പെട്ട സഹാബത്തും ജാബിറിന്റെ വീട്ടിൽ വന്നു. സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഡൈനിങ് ഹാളിൽ സുപ്ര വിരിച്ചു ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു. ഭക്ഷണത്തിന്റെ മുമ്പിൽ നബി തങ്ങൾ ഇങ്ങനെ ഇരുന്നു, ഭക്ഷണം കഴിച്ചില്ല. കുറെ സമയം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജാബിറേ കുട്ടികളെവിടെ എന്ന് ചോദിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചു, അല്ല മളെ നമ്മളെ കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, ഓല അപ്പുറത്തുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ കുട്ടികൾ അപ്പുറത്താണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, അവിടെ തന്നെ ഇരുന്നു. കുറെ സമയം കഴിഞ്ഞ് രണ്ടാമതും ചോദിച്ചു, ജാബിറെ കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചു, സഹധർമ്മിണി നമ്മളെ കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, കുട്ടികൾ അപ്പുറത്തുണ്ട് പറഞ്ഞു. രണ്ടാമതും മൂപ്പര് മടങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ കുട്ടികൾ അപ്പുറത്താണ്. നബി തങ്ങൾ കഴിച്ചില്ല. മൂന്നാമതും ചോദിച്ചു, ജാബിറെ കുട്ടികൾ എവിടെ? സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ പോയി ഭാര്യയോട് പറഞ്ഞു, സഹധർമ്മിണി നീ സത്യം പറയ്, നമ്മളെ കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, മക്കൾ 2 പേരും മരണപ്പെട്ടിരിക്കുന്നു. റോമിൽ കട്ടിലിൽ കിടത്തി ഞാൻ പുതപ്പിട്ട് മൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ 2 കണ്ണിൽ നിന്നും കണ്ണുനീരീറ്റി വീണുകൊണ്ട് സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു പൂമുഖത്തേക്ക് വരികയാണ്. നബിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ജാബിറിന്റെ 2 മക്കളും മരണപ്പെട്ടിരിക്കുകയാണ് റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സൽക്കാരത്തിന് വേണ്ടി പോരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിരുന്നു. കുട്ടികളുടെ കൂടെയല്ലാതെ ഭക്ഷണം കഴിക്കരുതെന്ന് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ വന്നാൽ അല്ലാതെ ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞപ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കൾ അകത്തുനിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ വരികയാണ്. ശറഫുറ്റ ജാബിർ റളിയല്ലാഹു ചെന്ന് പരിശുദ്ധ ത്വാഹ റസൂലിങ്കൽ സൽക്കാരം റൊട്ടിയും ആട്ട് മാംസവും ആയി വിശുദ്ധ ഹബീബിങ്കൽ